ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 സെക്കൻഡ് വീക്ക് ലാലേട്ടൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ ലൈറ്റായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് ഒരു ബിലോ ആവറേജ് എപ്പിസോഡാണ് നമുക്ക് ഏഷ്യാനെറ്റ് സമ്മാനിച്ചത്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ എപ്പിസോഡിനകത്ത്. പ്രമോല് പറഞ്ഞ പോലെ തല്ലലും ഉണ്ടാവും തലോടലും ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കൊഞ്ചിച്ച് വിട്ടൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. സാരില്ലാട്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിടില്ല, അതുപോലത്തെ ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ റൂൾസ് എല്ലാം ഒരു കണ്ടസ്റ്റൻ്റ് വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആ വയലേഷൻ കണ്ടുപിടിച്ച് അതിനെതിരെ പ്രതികരിക്കുന്നു. ഇവിടെ ജിസയിലാണ് റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ ആളിത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഒരവസരത്തിൽ ബിഗ് ബോസ് പറയുന്നത് ഞങ്ങളിത് നിർത്താൻ പോകണം, നിങ്ങളാരും റൂൾസ് അനുസരിക്കുന്നില്ല എന്ന്. ഇതിനെതിരെ പ്രവർത്തിച്ച അനുമോൾക്ക് ഇന്ന് ഏഷ്യാനെറ്റ് കൊടുത്ത് CID എന്നുള്ളൊരു ചെറിയൊരു പട്ടം കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി കളഞ്ഞു. അതേസമയത്ത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടത്തിയ ഒരാളെ വളരെയധികം സ്നേഹിച്ച് ലാളിച്ച് സാരില്ലാട്ട പോട്ടെട്ടോ, ഇനി ഇങ്ങനെയൊക്കെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ആ ലാസ്റ്റത്തെ ഒരു ടാസ്ക് വന്നില്ലേ, ആ ടാസ്ക് പോലും ജിസയിൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ ഓഫാക്കാതിരിക്കാൻ മനഃപൂർവ്വം കൊണ്ടിട്ടൊരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഏഷ്യാനെറ്റിൻ്റെ ക്രൂവിന് മൊത്തം അറിയാം ആണുങ്ങളെല്ലാം ജിസയിലിൻ്റെ പേരേ കൊടുക്കൂ. ടാസ്ക് ഇതായിരുന്നു, പ്രതീക്ഷയ്ക്കൊത്ത് വളർന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. അതിനകത്ത് മിക്കവരും ഈ ജിസയിലിനാണ് വോട്ട് ചെയ്തേക്കുന്നത്. ജിസയിലാണ് അവിടെ വിൻ ചെയ്തത്. ഹൃദയം കവർന്നത് ജിസയിലാണ് കണ്ടസ്റ്റൻസിനെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരുന്ന സ്ഥലത്ത്, പ്രവർത്തിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് വളരെ ലൈറ്റായിട്ടാണ് എപ്പിസോഡ് കൊണ്ടുപോയത്. ഇവിടെ അനുവിനെതിരെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ടീം ഒന്ന് കളിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, അനു മൊണ്ണ എന്ന് വിളിക്കുന്ന സീൻ എടുത്ത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ അവിടെ നടന്നുള്ളൂ. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഈ ആഴ്ച നടന്നിട്ടുണ്ടെന്നോ. ഒരുപാട് വയലേഷൻസ് നടന്നു. അതിനുപരി അനുവിനെതിരെ പറയുന്ന ഒരുപാട് ആൾക്കാർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പല കാര്യങ്ങളും വന്നു. പക്ഷെ ഇതൊന്നും കാട്ടിയിട്ടില്ല, ഇത് മാത്രമേ കാട്ടിയിട്ടുള്ളൂ. മേ ബി ഇത് ബിഗ് ബോസിൻ്റെ ഒരു അടുത്ത ആഴ്ചക്കുള്ളൊരു ഗെയിമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ഷാനവാസും അനുവും ജിസയിലും അനീഷും മാത്രം അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഈ കണ്ടന്റ് ഇന്നത്തോടെ തീർത്ത് കഴിഞ്ഞാൽ നാളെ ഇവർക്ക് വേറെ കണ്ടന്റ് ഇല്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും ഇതിട്ട് കൊടുത്തത്. എന്താണെങ്കിലും ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് ഫീൽ ചെയ്തില്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പായിട്ടിരുന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നോമിനേഷന് വരെ ആൾക്കാർ പോണത്. അതൊന്നും പറയുന്നില്ല, എടുത്ത് കാണിക്കുന്നില്ല. എന്താണെന്നറിയില്ല. മേ ബി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഒരാളെ എവിക്റ്റായി, അത് RJ ബിൻസി ആയിരുന്നു. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ചെയ്ത്തായിട്ടാണ് തോന്നിയത്. കാരണം അതിനേക്കാൾ പുറത്തു പോകാൻ അർഹതപ്പെട്ടവർ രേണു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഒനീൽ ഉണ്ടായിരുന്നു, ഷാരിക ഉണ്ടായിരുന്നു, സരിക ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെയാണ് ഔട്ടാക്കിയത്. അതും ആ മിഡ് വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സസ്പെൻഷൻ കൊണ്ടുവന്ന് മാത്രമാണ് ഇങ്ങനൊരു എവിക്ഷൻ ഇവിടെ നടന്നത്. ടോട്ടലി ഒരു അൺഫെയർ എപ്പിസോഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.